എല്ലാവർക്കും മിതാഹാര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കുമ്പളങ്ങ ജ്യൂസ് വണ്ണം കുറയ്ക്കുമോ, അത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഞാൻ എടുത്തു പറയട്ടെ, നമ്മളൊരു ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് മാത്രം നമ്മൾ മെലിയില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം. അതുപോലെ പറ്റുമെങ്കിൽ വർക്കൗട്ടും ചെയ്തേ നമ്മൾ ഒത്തിരി വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഈ ഡ്രിങ്ക്സൊക്കെ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാനും അതുപോലെ ഫുൾനെസ്, നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിങ്സ് തരാനൊക്കെയാണ് നമ്മളെ പൊതുവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലൊരു ഗുണമാണ് നമ്മുടെ കുമ്പളങ്ങ ജ്യൂസിനും ഉള്ളത്. വണ്ണം കുറയ്ക്കാനുള്ള ഫാറ്റ് കട്ടർ ഡ്രിങ്ക് റെസിപ്പീസ് ഇടുമ്പോൾ അത് പലപ്പോഴും ഈ അസിഡിറ്റി ഉള്ളവർക്ക്, ബോഡി ഹീറ്റ് കൂടുതലുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ അസിഡിറ്റി ഉള്ളവർക്കും ബോഡി ഹീറ്റ് കൂടുതലുള്ളവർക്കും ട്രൈ ചെയ്യാം. കാരണം അവരുടെ ഹീറ്റ് കൂടത്തില്ല. ഇത് ഒരു കൂളിംഗ് ഇഫക്റ്റ് തരുന്ന ഒരു ഡ്രിങ്കാണ് ആഷ്കാടി ജ്യൂസ് അഥവാ നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിൽ 96% വാട്ടർ കണ്ടൻ്റ് ആണ് ഉള്ളത്. അതുപോലെ നല്ല ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾനെസ് തോന്നിക്കും. അത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും. അങ്ങനെ അത് മെലിയാൻ നമ്മളെ സഹായിക്കുന്നു. അൾസറുകളുള്ളവർക്ക്, ബോഡി ഹീറ്റുകളുള്ളവർക്കൊക്കെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കുമ്പളങ്ങ ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് സഹായിക്കുന്നു. ഇതിന് കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് വാട്ടർ റിട്ടൻഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഡയൂററ്റിക് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വാട്ടർ റിട്ടൻഷൻ എലിമിനേറ്റ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒട്ടുമിക്ക അസുഖങ്ങളുടെയും കാരണം നമ്മുടെ ബോഡി pH മാറുന്നതും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വയറ്റിൽ നിന്ന് പോകാത്തതുമാണ്. കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് വഴി നമ്മുടെ ആ സ്റ്റൂളിൻ്റെ ബ്ലോക്കേജ് മാറി പ്രോപ്പറായിട്ട് വയറ്റിൽ നിന്ന് പോകും. അതാണ് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് മെറ്റീരിയൽസും ടോക്സിൻസൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മളെ ബോഡി ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മുഖക്കുരുവുള്ളവരും പാടുകളുള്ളവരും അതുപോലെ കെട്ടിക്കിടക്കുന്ന അഴുക്കുകളൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ രീതിയിൽ നോക്കുമ്പോഴും ഇത് മെലിയാൻ നമ്മളെ സഹായിക്കുന്നു. തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്കും BP നോർമലാകാൻ, ഹൈ BP ഉള്ളവർക്കൊക്കെ കുടിക്കാവുന്ന ഒരു ജ്യൂസാണ്. ലോ ഷുഗറും ലോ BP ഉള്ളവരും ഇത് കുടിക്കാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് പല വെയിറ്റ് ലോസ് ഡ്രിങ്ക്സും കുടിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. ഈ ഒരു കുമ്പളങ്ങ ജ്യൂസിൻ്റെ പ്രത്യേകത, ഇതൊരു സ്റ്റാമിന ബൂസ്റ്ററും ഇമ്മ്യൂണിറ്റി ബിൽഡറുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു എനർജി അത് തരുന്നുണ്ട്. ഇപ്പോൾ ചായ കാപ്പി രാവിലെ കുടിക്കണ്ട എന്ന് പറയുന്ന അങ്ങനെ ഡയറ്റ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കുടിക്കാം. കാരണം ഇത് നമ്മുടെ എനർജി, നമുക്കൊട്ടും ക്ഷീണം തോന്നിക്കത്തില്ല. അതുപോലെ അനീമിയ, മറ്റസുഖങ്ങൾ കൊണ്ട് ക്ഷീണമുള്ളവർക്കും ഇതൊരു എനർജി ബൂസ്റ്ററായിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. നമ്മുടെ ഒത്തിരി വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് റെസിപ്പിയുടെ പ്രത്യേകത അത് പലതും അസിഡിക്കാണ്. എന്നാൽ കുമ്പളങ്ങ ജ്യൂസ് ആകട്ടെ ആൽക്കലൈൻ ഇഫക്റ്റ് ഉള്ളതാണ്. അത് നമ്മുടെ ബോഡീനെ കൂളാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡി pH മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബോഡി pH മാറുന്നതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, നമ്മുടെ ഗൗട്ട്, യൂറിക് ആസിഡ് ഇഷ്യൂസുകൾ, അതൊക്കെ അത് നോർമലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ല് സംബന്ധമായ അസുഖങ്ങൾക്കും ഈ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് ആൽക്കലൈൻ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നു. വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സും ഈ കുമ്പളങ്ങ ജ്യൂസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് വണ്ണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. വയറ് നമുക്ക് ഫുൾനെസ് പോലെ തോന്നിക്കും. കാര്യം അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ ഫൈബർ റിച്ച് ആണ്. അത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും. അങ്ങനെ അത് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കുമ്പളങ്ങ നല്ലതുപോലെ തൊലി ചെത്തി കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞെടുത്തത് നമുക്ക് ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിൽ അതിൻ്റെ നീരെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജ്യൂസ് കിട്ടാൻ പാടാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിലടിച്ച് അതിൻ്റെ നീര് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. ചായ കാപ്പിയുടെ ഒപ്പം ഒന്നും നിങ്ങളിത് കുടിക്കരുത്. വെറും വയറ്റിൽ ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുള്ളർ എഫക്റ്റ് തരും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി വിശക്കുന്ന ആൾക്കാർക്ക് വളരെ കുറച്ച് കഴിക്കേണ്ടിയേ വരുള്ളൂ. കാരണം അത് നമ്മുടെ വിശപ്പ് കുറയ്ക്കുന്നുണ്ട്. രാവിലെ ഒരു നേരം കുടിച്ചാൽ മതി. ഇനി വൈകിട്ടും കുടിക്കണം എന്നുണ്ടെങ്കിൽ 4 മണിക്ക് ചായയ്ക്കും കാപ്പിക്കുമൊക്കെ പകരം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത്. ജ്യൂസ് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ കുടിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമുക്കൊരു ഫ്രഷ്നെസ്സും കൂടെ തരുന്നുണ്ട്. കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുമ്പോൾ കഫക്കെട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് ഈ ജ്യൂസ് കുടിക്കേണ്ട. കാരണം കുമ്പളങ്ങയ്ക്ക് ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബോഡി ഹീറ്റ് കൂടുതലുള്ളവരും അസിഡിറ്റി പ്രശ്നമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് ഈ കുമ്പളങ്ങ ജ്യൂസ്. നമ്മുടെ ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഗ്രീൻ ടീ ഒന്നും മേടിച്ച് ഒത്തിരി കാശ് കളയുന്നതിന് പകരം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന
ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് റെസിപ്പിയാണ് നമുക്ക് കുമ്പളങ്ങയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട്സ് അപ്ഡേറ്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണം എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ എത്ര പല ഡയറ്റുകളും ശ്രമിച്ചിട്ട് വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.